ഈ പേജുകളിൽ എൻ്റെ അമ്മ എൻ്റെ ഗാങ്സ്റ്റർ ജീവിക്കും. അവർ എൻ്റെ അഭയവും കൊടുങ്കാറ്റുമായിരുന്നു. അരുന്ധതി റോയ് ഈ പറഞ്ഞത് അവരുടെ അമ്മയായ മേരി റോയിനെ കുറിച്ചാണ്. ഇതുവരെ എനിക്കറിയാമായിരുന്നൊരു കാര്യമെന്ന് പറയുന്നത് കേരളത്തിലെ അതിപ്രശസ്തമായ പള്ളിക്കുടം എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓണറായ മേരി റോയിനെ കുറിച്ച് മാത്രമാണ്. എങ്കിൽ ഈ ഒരു ബുക്കിലേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത അതിശക്തരായ രണ്ട് സ്ത്രീകളെയാണ് ഇതിൽ വരച്ചു കാട്ടുന്നത്, അരുന്ധതി റോയിയെയും മേരി റോയിയെയും. ഇതൊരു മെമ്മയർ ആണോ ഓട്ടോബയോഗ്രഫി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കൺഫ്യൂഷൻ ആവും. ശരിക്കും എനിക്ക് മനസ്സിലായത് ഒരു സ്പിരിച്വൽ മെമ്മയർ ആയിട്ടോ, വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സ്പിരിച്വൽ മെമ്മയറാണ്. ശരിക്കും പല സ്ത്രീകളും തളർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിലെ ഒറ്റപ്പെടലുകൾ, അവഹേളനങ്ങൾ, അപമാനങ്ങൾ, അതിൽ നിന്നൊക്കെ ഇനി എന്തിനു ജീവിക്കണം എന്ന് സ്ത്രീകൾ കരുതുന്ന സ്ഥലത്ത് നിന്നാണ് മേരി റോയ് എന്ന കരുത്തുറ്റ സ്ത്രീ ജനിക്കുന്നത്. ടിപ്പിക്കൽ സ്നേഹമയിയായ സർവ്വസഹയായ അമ്മമാരിൽ നിന്നും ഏറെ വ്യത്യസ്തയായിരുന്നു മേരി റോയ്. ചിലപ്പം അവരുടെ രണ്ട് മക്കളടക്കം ഏറ്റവും അടുത്തുനിന്ന് 2-3 പേർക്ക് മാത്രമായിരിക്കും ഇവരുടെ ലവ് ലാംഗ്വേജ് തന്നെ മനസ്സിലായിട്ടുണ്ടാവുക. ശരിക്കും എഴുത്തുകാരി പറഞ്ഞതുപോലെ തന്നെ അവസാന ശ്വാസം വരെയും അവരൊരു കൊടുങ്കാറ്റും ഗാങ്സ്റ്ററും ഒക്കെ ആയിരുന്നു. അവരുടെ മകൾ ലോകം അറിയപ്പെടുന്ന സാഹിത്യകാരിയായതും ബുക്കർ പ്രൈസ് വിന്നറായതും ആക്ടിവിസ്റ്റും സോഷ്യലിസ്റ്റും ആക്ട്രസും എന്തിനേറെ അക്ഷരങ്ങൾ കൊണ്ട് മാജിക്ക് തീർക്കുന്ന അരുന്ധതി റോയ് ആയില്ലെങ്കിലും സംശയമുള്ളൂ. തീയിൽ കുരുത്തത് എങ്ങനെയല്ലേ വെയിലത്ത് പാടുന്നത്. 7 വർഷത്തോളം അവർ അമ്മയുമായി സംസാരിച്ചിരുന്നില്ല. അവർക്കിടയിൽ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ദൈനംദിന ജീവിതത്തിന് പോലും ഒരുപാട് ബുദ്ധിമുട്ടി. ഓരോ ദിവസവും കടന്നുപോയത് വളരെ ബുദ്ധിമുട്ടിയാണ്. അത് കഴിഞ്ഞിട്ടാണ് ലോകപ്രശസ്തയായ സാഹിത്യകാരിയായി അറിയപ്പെടുന്നതും നിറയെ പണം ഒഴുകിക്കൊണ്ടിരുന്ന ഒരു പൈപ്പ് പെട്ടെന്ന് പൊട്ടി തൻ്റെ നേർക്ക് ഒഴുകി വരുന്നത് പോലെ എന്നാണ് അവർ ആ ഒരു ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ ഫസ്റ്റ് റോയൽറ്റിയായി $10 million കിട്ടിയതിനെ കുറിച്ച് പറയുന്നത്. മറ്റാരിലും മറ്റൊരു ബുക്കിലും കാണാത്ത ഒരു പ്രത്യേകത അരുന്ധതി റോയിയുടെ ബുക്കിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ ഒരു സ്ഥലത്തും അവർ മണിക്ക് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിച്ചിട്ടില്ല. അതില്ലാതിരുന്ന കാലത്തും അതുള്ള കാലത്തും അതിനോട് ഒരേ രീതിയിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ അതിനേക്കാളൊക്കെ ഒരുപാട് അമൂല്യമായ ഒരു കാര്യമായിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നത് ലിറ്ററേച്ചർ. ബോൾഡായ ശക്തിയായ സ്ത്രീകളെന്ന് നമ്മൾ പറയുമ്പോൾ അതിന് ഉദാഹരണങ്ങളായിട്ട് അക്ഷരം തെറ്റാതെ കാണിക്കാൻ പറ്റുന്ന 2 സ്ത്രീകളാണ് അരുന്ധതി റോയും മേരി റോയും. ഇനി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സ്ത്രീകളോടാണ്. ഒന്നും അവസാനിക്കുന്നില്ല, എല്ലാം തുടരുകയാണ്. ഇനി എനിക്ക് മതിയായി, തളർന്നു, ഒന്നിനും വയ്യ എന്ന് തോന്നുമ്പോൾ ഈ ബുക്കൊന്ന് വായിച്ചു നോക്കൂ. ഒന്നുമില്ലായ്മയിൽ സാഹചര്യങ്ങൾ പോലും ഏറ്റവും മോശമായിരുന്ന അവസ്ഥയിൽ ജീവിക്കാൻ ഒരു വഴിയും ഇല്ലാതിരുന്ന സമയത്ത് പോലും അതിശക്തമായ കൊടുങ്കാറ്റ് പോലെ ഉൾക്കരുത്തുകൊണ്ട് അതിജീവിച്ച് ജീവിതം തന്നെ ചരിത്രമാക്കി മാറ്റിയ 2 സ്ത്രീകളെ പരിചയപ്പെടാം, അരുന്ധതി റോയും മേരി റോയും. ഇവരുടെ ട്രൂ സ്റ്റോറി നമ്മളെ തീർച്ചയായും മോട്ടിവേറ്റ് ചെയ്യും. DC ബുക്കിന്റെ പബ്ലിക്കേഷൻ ആട്ടോ മദർ മേരി കംസ് ടു മീ എന്നുള്ളത്. ഇത് വന്നിരിക്കുന്നത് ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബാഗിലാണ് നമ്മൾക്കിത് കിട്ടുന്നത്. പിന്നെ ഇതിൽ അരുന്ധതി റോയുടെ സിഗ്നേച്ചർ ഉണ്ട്. ഇതുപോലെ സിഗ്നേച്ചർ ഉണ്ട്. പിന്നെ ഇതിനോടൊപ്പം ഒരു ബുക്ക് മാർക്ക് ഉണ്ട്. എനിക്കിത് വായിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് എനിക്കിത് ഗിഫ്റ്റായിട്ട് കിട്ടിയതാണ്. ഇതിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇത് അവൈലബിൾ ആയിട്ടോ, ഓൺലൈനൊക്കെ അവൈലബിൾ ആയിരിക്കും. തീർച്ചയായിട്ടും സമയമുണ്ടെങ്കിൽ ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ശരിക്കും ഏകദേശം 400 പേജസ് ഉണ്ട് ഇത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു 1 വീക്കിനുള്ളിൽ 3-4 ദിവസം കൊണ്ട് എനിക്കിത് വായിച്ചു തീർക്കാൻ പറ്റും. കാരണം വായിച്ചു തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വായിച്ചു തീർക്കാൻ തോന്നുന്ന അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാണ് ഓഥർ ഇത് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മിസ് ചെയ്യേണ്ട, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കും. താങ്ക് യു സോ മച്ച്.